കേരള സ്റ്റോറിയെയും കാശ്മീർ ഫയൽസിനെയും പ്രകീർത്തിച്ച ഓർഗനൈസർ യഥാർത്ഥ സംഭവങ്ങളെ ധീരമായി അവതരിപ്പിച്ച ചിത്രങ്ങളാണ് കാശ്മീരി ഫയൽസ് എന്നും കേരള സ്റ്റോറിയെന്നും ന്യായീകരണം. തീവ്രവാദത്തെ ന്യായീകരിക്കുന്ന ചിത്രമാണ് എമ്പുരാൻ എന്നും ഓർഗനൈസർ. സെയ്ദ് മസൂദ് എന്ന കഥാപാത്രം ഭീകരൻ മസൂദ് അസറിനെ പ്രതിനിധീകരിക്കുന്നുവെന്നും ഓർഗനൈസർ പറയുന്നു. വിശദാംശങ്ങളുമായി സ്വാതി സന്തോഷ് ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. സ്വാതി, ഈ എമ്പുരാൻ സിനിമ കാണരുത് എന്നാണ് സംഘപരിവാറുകാർ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഓർഗനൈസർ ടീമായിരിക്കും ഏറ്റവും കൂടുതൽ ഇപ്പോൾ എമ്പുരാൻ സിനിമ കണ്ടിട്ടുള്ളത്. വൺ ബൈ വണ്ണായി ഓരോ സീനിനെയും എടുത്ത് പരിശോധിച്ച് എന്തൊക്കെയാണ് ഇതിൽ വിമർശിക്കേണ്ടത് എന്ന് പരിശോധിക്കുകയാണ്. എന്താണ് ഏറ്റവും ഒടുവിലത്തെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ഓർഗനൈസറിന്റെ? വിനിഷ, ഈ എമ്പുരാൻ സിനിമയ്ക്കെതിരായ വലിയ വിമർശനങ്ങളാണ് ഓർഗനൈസർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും തൊടുത്തുവിട്ടത്. അതിന് പിന്നാലെ ഇപ്പോൾ മറ്റൊരു വാദവുമായി ഓർഗനൈസർ എത്തിയിരിക്കുകയാണ്. കശ്മീരി ഫയൽസിനെയും കേരള സ്റ്റോറിയും പ്രകീർത്തിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ ലേഖനത്തിൽ പരാമർശങ്ങൾ ഏറെയും വന്നിട്ടുള്ളത്. വളരെ ധീരമായിക്കൊണ്ട് യഥാർത്ഥ സംഭവങ്ങളെ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച സിനിമകളാണ് കശ്മീരി ഫയൽസും അതോടൊപ്പം കേരള സ്റ്റോറിയും എന്നവർ ഉദാഹരിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായി അവതരിപ്പിക്കുന്നതിൽ ആ സിനിമകൾ ഒരു മടിയും കാണിച്ചിട്ടില്ല. ദേശീയ തലത്തിൽ സുപ്രധാന ചർച്ചകൾക്കാണ് അത് തുടക്കമിട്ടത്. പക്ഷെ മുരളി ഗോപി എഴുതി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത എമ്പുരാൻ എന്ന സിനിമ തികച്ചും വ്യത്യസ്തവും ആശങ്കാജനകവുമായ തരത്തിൽ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നടക്കമുള്ള വിമർശനങ്ങൾ വീണ്ടും എമ്പുരാനെതിരെ തൊടുത്തുവിടുകയാണ് ഓർഗനൈസർ. ഒരു സാങ്കല്പിക കൃതിയാണെങ്കിലും എമ്പുരാൻ എന്ന ആഖ്യാനിച്ചുകൊണ്ട് ഇവർ പറയുന്നത് ഭീകരവാദത്തെ മഹത്വവൽക്കരിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് ഓർഗനൈസർ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം തന്നെ വർഗീയ സംഘർഷങ്ങൾ ആളിക്കത്തിക്കാനുള്ള പക്ഷാപാതപരമായിട്ടുള്ള ആഖ്യാനമാണ് ഈ എമ്പുരാനിൽ ഉണ്ടായിട്ടുള്ളത്. പൃഥ്വിരാജിനെയും ഇതിൽ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന സായിദ് മസൂദ് എന്ന കഥാപാത്രത്തെ ഉദാഹരിച്ചുകൊണ്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയും ഇന്ത്യയും അമേരിക്കയും മറ്റ് ആഗോള സംഘടനകൾ ഒക്കെയും ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച പാകിസ്ഥാൻ ആസ്ഥാനമാക്കിയുള്ള ഭീകര സംഘടനയായ ജെയ്ഷ് ഇ മുഹമ്മദ് സ്ഥാപകനും കാണ്ഡഹാർ വിമാന റാഞ്ചലിലെ സൂത്രധാരനും എന്നറിയപ്പെടുന്ന ഭീകരൻ മസൂദ് അസറിനെയാണ് ഈ പൃഥ്വിരാജിന്റെ കഥാപാത്രം ഓർമ്മിപ്പിക്കുന്നത് എന്ന ആഖ്യാനമാണ് ഇപ്പോൾ ഈ എമ്പുരാൻ സിനിമയുമായി പുതുതായി ഓർഗനൈസർ തൊടുത്തുവിടുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്. വലിയ വിമർശനങ്ങൾ വീണ്ടും ഈ ലേഖനത്തിലൂടെ പുറത്തുവെക്കി വരികയാണ്. സിനിമയെ വലിയ തരത്തിൽ വർഗീയ സംഘർഷങ്ങൾ ആളിക്കത്തിക്കാനുള്ള നീക്കം നടത്തിയിട്ടുണ്ടെന്ന് അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിനിമ എന്നൊരു ലേബൽ കൂടി ഓർഗനൈസർ എമ്പുരാന് കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇതിൽ പരാമർശിക്കുന്നത്. വിനിഷ, ഇന്നലെയും അത് തന്നെയാണല്ലോ ഓർഗനൈസർ പറഞ്ഞു വെക്കുന്നത്. ക്രിസ്ത്യൻ വിഭാഗത്തിനെതിരെയുള്ള സിനിമയാണ് എമ്പുരാൻ എന്നാണ് ഏറ്റവും ഒടുവിൽ വന്ന 4ാം പതിപ്പിൽ ഓർഗനൈസർ പറഞ്ഞു വെച്ചത്. ക്രിസ്ത്യൻ വിഭാഗം എന്തുകൊണ്ട് ഇതിൽ പ്രതികരിക്കുന്നില്ല? ക്രിസ്ത്യാനികളുടെ ഏറ്റവും വളരെ വിശുദ്ധ നഗരമായി കാണപ്പെടുന്ന ഖർഘോഷിനെയൊക്കെ ചിത്രീകരിച്ച സിനിമയാണ് എമ്പുരാൻ. അതിനെ വളരെ മ്ലേച്ഛമായി ചിത്രീകരിച്ചു എന്നാണ് ഓർഗനൈസർ അതിൽ ന്യായീകരണമായി പറയുന്നത്. ഇന്നലെ ഇറങ്ങിയ 4ാം പതിപ്പിൽ അത്തരത്തിൽ ക്രിസ്ത്യൻ വിഭാഗത്തെ ഇളക്കി വിടാനുള്ള ഒരു നീക്കം ഓർഗനൈസറുടെ ഭാഗത്തുണ്ടാകുന്നു. ഇന്നതാ ഏറ്റവും ഒടുവിൽ വന്ന പതിപ്പിൽ ഈ ഓർഗനൈസറിൽ വരുന്നത് കേന്ദ്ര കഥാപാത്രമായിട്ട് പൃഥ്വിരാജ് അവതരിപ്പിച്ച ആ കഥാപാത്രത്തിൻ്റെ പേര് സയ്യിദ് മസൂദ് എന്ന പേര് അത് ഒരു ഭീകരൻ്റെ പേരാണ്, അതിനോട് സാമ്യമുള്ള പേരാണ്, പാകിസ്ഥാനിൽ നിന്ന് തീവ്രവാദിയുടെ പേരാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഓർഗനൈസർ എന്താണ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്? ഇത് മുസ്ലിം വിഭാഗത്തിനെതിരെയുള്ള സിനിമയാണ് എന്നാണോ? അതല്ലെങ്കിൽ അത് പൃഥ്വിരാജ് എന്ന് പറയുന്ന ആൾ ഭീകരവാദിയാണ് എന്നാണോ ഈ ഓർഗനൈസർ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്? സ്വാതി. വിനിഷ, തീർച്ചയായും കഴിഞ്ഞ പതിപ്പുകളെ പോലെ തന്നെ വലിയ ദേശവിരുദ്ധതയാണ് ഈ സിനിമ മുന്നോട്ട് വെക്കുന്നത് എന്ന കാര്യം ഉദാഹരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ തന്നെയും. തീവ്രവാദ സംഘടനയ്ക്ക് ബന്ധമുള്ള അല്ലെങ്കിൽ വലിയൊരു ഭീകരനെ തന്നെ പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിനോട് സാമ്യമുള്ള ഒരു ഭീകരനെ ഉദാഹരിച്ചുകൊണ്ട് ഇവർ ഈ ലേഖനം എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം മതസ്പർദ്ധ ഉളവാക്കുന്ന തരത്തിലേക്കുള്ള പരാമർശങ്ങളാണ് ഈ ഓർഗനൈസറിന്റെ ഓരോ പതിപ്പുകളിലും ഉണ്ടാകുന്നത്. ഇന്നലെ ക്രിസ്ത്യൻ വിഭാഗത്തോട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണങ്ങളെയൊക്കെ ചിത്രീകരിച്ചിട്ടും എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല? നിങ്ങൾ പ്രതികരിക്കാത്തതിൽ ഞെട്ടൽ ഉളവാക്കുന്നു എന്നതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിനിടയിൽ വലിയ തരത്തിലുള്ള നിലനിൽക്കുന്ന ഐക്യമില്ലാതാക്കാനുള്ള വലിയ ശ്രമം ഈ ഓർഗനൈസറിന്റെ ലേഖനത്തിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് സംശയാതീതമായി പറയാൻ വേണ്ടി കഴിയും. മാത്രമല്ല, ഇന്ന് വീണ്ടും പൃഥ്വിരാജിനെ ചൂണ്ടിക്കാണിക്കുന്നത് ഭീകരവാദി എന്ന തരത്തിലേക്ക് ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് ഇന്നത്തെ ലേഖനത്തിലും ഉള്ളത്. എന്തായാലും വലിയ വിമർശനങ്ങൾ ഈ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ഉയരുമ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനങ്ങളും അതോടൊപ്പം വർഗീയത ആളിക്കത്തിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ഓർഗനൈസറിൽ നിന്ന് തുടരെ ഉണ്ടാകുന്നു എന്നുള്ളതും വലിയ ആശങ്കയായി തന്നെയാണ് നിലനിൽക്കുന്നത്.
ശരി, സ്വാതി സന്തോഷാണ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഓർഗനൈസർ RSS മുഖവാരികയായ ഓർഗനൈസർ വീണ്ടും എമ്പുരാനെതിരെ ദേശവിരുദ്ധ പരാമർശവുമായി രംഗത്തെത്തിയിരിക്കുന്നു. സ്വാതി സന്തോഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചു വന്നത്.